നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിതയുടെ മൃതശരീരം നാട്ടിലെത്തിക്കുകയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തത്. രഞ്ജിതയുടെ ഭർത്താവ് എന്തുകൊണ്ട് എത്തിയില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ കാരണം കൂടി എന്താണ്, ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യവും കൂടി ഉയരുകയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം കമ്പ്യൂട്ടർ തകർന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. US ഗതാഗത വകുപ്പിലെ മുൻ ഇൻസ്പെക്ടർ ജനറലാണ് അപകടത്തിൽ ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ബോയിംഗ് 787 ഡ്രീം ലൈനറിന്റെ എഞ്ചിനുകൾ പിന്നോട്ട് പോകാൻ കാരണമായത് കമ്പ്യൂട്ടർ പിശകാണ് എന്ന് മേരി ഷിയാവോ അഭിപ്രായപ്പെട്ടു. പറന്ന് ഉയർന്ന ഉടൻ തന്നെ ത്രസ്റ്റ് നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകുമെന്ന് അവർ പറയുന്നു. ഈ അപകടം ഒരു കമ്പ്യൂട്ടർ പ്രശ്നമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിമാനം വായുവിലാണോ അതോ നിലത്താണോ എന്ന് അറിയാൻ എഞ്ചിൻ കമ്പ്യൂട്ടർ കോഡിനെ ആശ്രയിക്കുന്ന സംവിധാനമുണ്ട്. ഇതിൽ 787 ഘടകങ്ങൾ ഉണ്ട്. ഈ കോഡുകളിലെ തകരാറിലേക്ക് അവർ വിരൽ ചൂണ്ടുന്നുണ്ട്. കമ്പ്യൂട്ടറോ കോഡോ തകരാറിലായാൽ എഞ്ചിനുകൾ പിന്നിലേക്ക് സ്പൂൾ ചെയ്യുകയും പറക്കലാണെങ്കിൽ പോലും ത്രസ്റ്റ് കുറയുകയും ചെയ്യും. നിരവധി വ്യോമ ദുരന്തങ്ങളുടെ വിശകലനം ചെയ്ത ഷിയാവോ ദി മിറ്റിനോട് പറയുകയുണ്ടായി. 2019 ഒരു ജപ്പാന്റെ എയർ നിപ്പോൺ എയർവേസ് 787 വിമാനത്തിലാണ് ഇത് സംഭവിച്ചത്. ലാൻഡിംഗിൽ ഇരട്ട എഞ്ചിൻ തകരാറുണ്ടായി. ഇതാകാം എയർ ഇന്ത്യ വിമാനത്തിലും സംഭവിച്ചതെന്ന് അവർ സംശയം ഉയർത്തുകയാണ്. ഇതിനൊപ്പം കാര്യമായ വൈദ്യുത അല്ലെങ്കിൽ ഹൈഡ്രോളിക് തകരാർ കാരണം വിമാനത്തിന് ഇരട്ട എഞ്ചിൻ തകരാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മറ്റൊരു തിയറിയും വരുന്നുണ്ട്. വ്യോമയാന ദുരന്തങ്ങളുടെയും ക്ലോസ് ക്ലോക്കുകളുടെയും വിശകലനം നടത്തുന്ന എയർലൈൻ പൈലറ്റായ സ്റ്റീവ് ഷെബ്രിലിന്റേതാണ് ഈ വിശകലനം. വൈദ്യുതോർജ്ജമോ ഹോളോട്രിക് മർദ്ദമോ വലിയ തോതിൽ നഷ്ടപ്പെട്ടാൽ ഈ ബാക്കപ്പ് ജനറേറ്ററായി പ്രവർത്തിക്കേണ്ട ചെറിയ പോപ്പുലർ തകരാറുണ്ടായെന്നും വിലയിരുത്തലുണ്ട്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ബ്രിട്ടീഷ് പൗരനായ 40-കാരനായ വിശ്വാസ് രമേശ് ദുരിതത്തിന് തൊട്ടുമുമ്പ് വിമാനത്തിലെ ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങി, പച്ചയും വെള്ളയും. തുടർന്ന് വിമാനം അവിടെ ഉണ്ടായിരുന്ന ഏതോ സ്ഥലത്തേക്ക് ഇടിച്ചു കയറി. ഇതാണ് ഇത്തരം ഒരു സംശയത്തിന് കാരണം. പാസഞ്ചർ ജെറ്റിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അതായത് CVR-ഉം FDR-ഉം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും യഥാർത്ഥ കാരണം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനം അമേരിക്കൻ നിർമ്മിതമായതിനാൽ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്താരാഷ്ട്ര പ്രോട്ടോകോൾ പ്രകാരം സമാന്തര അന്വേഷണം നടക്കുന്നുണ്ട്. തകർന്നു വീണ 787 ഡ്രീം ലൈനർ വിമാനം നിർമ്മിക്കുന്ന ബോയിങ്ങും അതുപോലെ തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അന്വേഷണ ഉദ്യോഗസ്ഥരെ പിന്തുണയ്ക്കാൻ സജീവമായിട്ടുണ്ട്. ജൂൺ 12-നായിരുന്നു അഹമ്മദാബാദിൽ ഏവരെയും ഞെട്ടിപ്പിച്ച വിമാന ദുരന്തം ഉണ്ടായത്. വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതിനെ തുടർന്ന് ആകാശയാത്രകളെ ചൊല്ലിയുള്ള ആശങ്കകൾ അവസാനിക്കുന്നില്ല. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന ഉടൻ വീണു തകർന്ന വിമാന ദുരന്തം ലോകത്തെ നടുക്കിയിരുന്നു. ഈ വിമാന ദുരന്തത്തിന് പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷം ഹോങ്കോങ്ങിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ള 787 ഡ്രീം ലൈനർ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് താഴെ ഇറക്കേണ്ട സ്ഥിതിയും വന്നിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തവും തുടർന്നുള്ള സംഭവങ്ങളും 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ലോകമാകെ 1248 ബോയിങ് 787 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുമുണ്ട്. ഈ വിമാനങ്ങൾക്ക് സുരക്ഷാ പിഴവുണ്ട് എന്ന് തെളിഞ്ഞാൽ പല മുൻനിര എയർലൈനുകളുടെയും പ്രവർത്തനം താറുമാറാകും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് മുൻപ് തന്നെ 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ സുരക്ഷാ പിഴവ് ചർച്ചയായിരുന്നു. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല ഇതുവരെ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് എയർ ഇന്ത്യയെ DGCA താക്കീത് ചെയ്തതായി സർക്കാർ രേഖകൾ പുറത്തു വന്നിരുന്നു. സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാത്ത 3 എയർബസ് വിമാനങ്ങൾ പറത്തിയതിനാൽ താക്കീത് ലഭിച്ചത്. ദുരിതത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ എമർജൻസി പവർ ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ബോയിങ് 787 വിമാനങ്ങളുടെ സർവീസ് നിയന്ത്രിക്കാനുള്ള നടപടികളൊന്നും ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്വീകരിച്ചിട്ടില്ല. അത്തരം കടുത്ത നടപടികളിലേക്ക് പോകാൻ ആവശ്യമായ രേഖകൾ FIA-യുടെ കൈവശം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് സിംപ്ലി ഫ്ലൈയിങ് റിപ്പോർട്ട് ചെയ്യുന്നത്. അഹമ്മദാബാദിൽ തകർന്നു വീണ ബോയിങ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ മാറ്റി പുതിയത് വെച്ചിരുന്നുവെന്ന് എയർ ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട്. 2025 മാർച്ചിലായിരുന്നു വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ മാറ്റിവെച്ചത്. ഇടതുവശത്തെ എഞ്ചിന്റെ പ്രവർത്തനം തൃപ്തികരമാണ് എന്ന് ഏപ്രിൽ മാസത്തിന്റെ പരിശോധന ഉറപ്പുവരുത്തിയിരുന്നുവെന്നും എയർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ കാമ്പൽ വിൽസൺ അറിയിച്ചു. വിമാനം കൃത്യമായ ഇടവേളയിൽ പരിശോധിച്ചതായും അദ്ദേഹം ഉപഭോക്താക്കൾക്ക് അയച്ച തുറന്ന കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള സമ്പൂർണ്ണ പരിശോധന 2023 ജൂണിലാണ് അവസാനം നടത്തിയത്. അടുത്ത ഘട്ട പരിശോധന ഡിസംബറിൽ നടക്കാനിരിക്കെയായിരുന്നു കത്തിൽ പറയുന്നുണ്ട്. പറന്നുയർന്നതിൽ മുമ്പ് വിമാനത്തിലോ അതിന്റെ എഞ്ചിനുകളിലോ യാതൊരു സാങ്കേതിക
പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും അതിന്റെ പൈലറ്റുമാർ പരിചയസമ്പന്നരായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അപകടത്തിന് കാരണം വിമാനത്തിന് 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്നത് കൊണ്ടാകാമെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉപഭോക്താക്കൾക്ക് തുറന്ന കത്തുമായി എയർ ഇന്ത്യ രംഗത്ത് വന്നത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 272 പേരുമായി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനമാണ് മിനിറ്റുകൾക്കുള്ളിൽ അഹമ്മദാബാദ് മേഘാലയയിൽ നഗറിൽ തകർന്നു വീഴുക ഉണ്ടായത്. വിമാനത്തിലെ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ ഒഴികെ മറ്റെല്ലാവരും കൊല്ലപ്പെട്ടു. വിമാനം തകർന്നു വീണ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകളും അപകടത്തിൽ മരിച്ചു. ആകെ 274 പേരാണ് മരിച്ചത്. ഇതിൽ 211 മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്.